വാതുവെപ്പ് കേസിനകത്ത് കിടന്നവനൊന്നും കളിക്കാരുടെ കാര്യം നോക്കണ്ട. ഇത് പറയുന്നത് രണ്ട് പേര് തമ്മിലുള്ള വഴക്കിനിടയിലല്ല. ഒരു ക്രിക്കറ്റ് അസോസിയേഷനാണ്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. അതും ആരെപ്പറ്റി? തങ്ങളുടെ ഒരു പഴയ കളിക്കാരനെ പറ്റി. വെറും പഴയ കളിക്കാരനല്ല, ഇന്ത്യൻ ടീമിൽ കളിച്ച 2 വേൾഡ് കപ്പ് ടീമിൽ അംഗമായിട്ടുള്ള ഒരു പ്ലെയർ, പല മെമ്മറബിൾ സ്പെൽസ് എറിഞ്ഞ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ആ സമയത്തെ പെർഫോമൻസിലൊക്കെ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്ലെയർ. അതായത് കേരള ക്രിക്കറ്റിന് ഇന്ത്യൻ ക്രിക്കറ്റിൽ വിലാസം ഉണ്ടാക്കി കൊടുത്ത ആദ്യത്തെ കളിക്കാരനെ പറ്റിയിട്ടാണ് കേരള ക്രിക്കറ്റ് ഇങ്ങനെ പറയുന്നത്. പറയാനുള്ള കാരണം സഞ്ജുവായിട്ട് ബന്ധപ്പെട്ട് ശ്രീശാന്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷനെ കുറ്റം പറയുകയും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ശ്രീശാന്ത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അത്രയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, കേരള അസോസിയേഷൻ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നതും ഒരു തരത്തിൽ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ശ്രീശാന്ത് ആ അസോസിയേഷൻ വഴി വളർന്നു വന്ന ഒരാളാണ്. അസോസിയേഷൻ തന്നെ പറഞ്ഞതുപോലെ മറ്റേ വാതുവെപ്പ് കേസിൽ ലൈഫ് ബാൻ നീക്കിയതിന് ശേഷം ശ്രീശാന്തിന് രഞ്ജി ടീമിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അവസരം കൊടുത്തതാണ്. അതിനുശേഷമാണ് ശ്രീശാന്ത് വിരമിക്കുന്നത്. പിന്നെ ബേസ്ലെസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. സഞ്ജുവിന് ശേഷം വേറൊരു പ്ലെയറും ഇന്ത്യൻ ടീമിൽ എത്തിയിട്ടില്ല എന്ന്. അത് മെയിൽ പ്ലെയറിൻ്റെ കാര്യത്തിലാണ് നോക്കിയത്. പക്ഷേ ഫീമെയിൽ കളിക്കാരിൽ മിന്നുമണിയുണ്ട്, സജനയുണ്ട്, ആശയുണ്ട്. ഇതിപ്പം കഴിഞ്ഞ 2 അണ്ടർ 19 വേൾഡ് കപ്പിലും വനിതാ വേൾഡ് കപ്പിലും 2 പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് നജില CMC, പിന്നെ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കളിച്ച ജോഷിത. പിന്നെയുണ്ട് അഹമ്മദ് ഇമ്രാൻ, ഇന്ത്യ അണ്ടർ 19 ഏഷ്യ കപ്പിൽ കളിച്ച പ്ലെയറാണ് അഹമ്മദ് ഇമ്രാൻ. അങ്ങനെ സഞ്ജുവിന് ശേഷം കളിക്കാരെയൊക്കെ കേരള ക്രിക്കറ്റ് ഇങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് റഡാറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് മതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള സാധനങ്ങളൊക്കെ ചെയ്യാമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗൊക്കെ തുടങ്ങി കേരള ക്രിക്കറ്റ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് സെറ്റാവാനുള്ളൊരു ശ്രമത്തിലാണ്. ശരി, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ ശ്രീശാന്ത് അങ്ങനെ പറഞ്ഞു, ഹാർഷായിട്ടുള്ളൊരു വിമർശനം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു അലിഗേഷൻ പറഞ്ഞു. ആ അലിഗേഷന് മറുപടി കൊടുക്കുകയാണ് ഒരു ക്രിക്കറ്റ് അസോസിയേഷൻ എന്നുള്ള രീതിയിൽ. ആ അസോസിയേഷൻ ഒരു ഫോർമർ കളിക്കാരന് മറുപടി പറയുന്നതിൻ്റെ ഇടയിലാണ് ഈ സാധനം ഉള്ളത്. അത് സ്പോട്ട് ഫിക്സിങ് കേസിൽ അറസ്റ്റ് ചെയ്ത ഒരാൾ ഇവിടുത്തെ കളിക്കാരുടെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന്. അതായത് രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ഇടപെട്ട ഒരു കേസാണിത്. ഇടപെട്ട് ശ്രീശാന്തിൻ്റെ മേൽ വെച്ചിരുന്ന ലൈഫ് ബാൻ, അതായത് ജീവിതത്തിൽ ഒരിക്കലും ക്രിക്കറ്റ് കളിക്കാൻ പാടില്ല എന്നുള്ള BCCIയുടെ നിബന്ധന മാറ്റിയ സുപ്രീം കോടതി. അത് മാറ്റണമെങ്കിൽ ഈ കേസിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യമാവണമല്ലോ. സുപ്രീം കോടതി തീരുമാനിച്ച ഒരു സാധനത്തിൻ്റെ പുറത്താണ് ശ്രീശാന്ത് വീണ്ടും കളിക്കാൻ പോലും കാരണമായത്, ശ്രീശാന്തിന് ആ ലൈഫ് ബാൻ ഒഴിവാക്കാൻ കാരണമായത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം, സുപ്രീം കോടതി പറഞ്ഞ ഒരു സാധനത്തിനെ പോലും കളിയാക്കുന്ന രീതിയിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ കാര്യത്തിൽ നിലപാടെടുത്തത്. അതായത് ഒരിക്കലും നീ ഒരു തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് നീ ഒരിക്കലും ഇനി നന്നാവില്ല, എല്ലാ കാലവും നീ ചാവുന്നവരെ, നീ മരിക്കുന്നവരെ നിൻ്റെ മേൽ ആ പഴി ഉണ്ടാവും, അതുകൊണ്ട് നിനക്ക് ഒരിക്കലും നന്നാവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ, ഒരു കളിക്കാരെന്ന് പോട്ടെ, ഒരു മനുഷ്യനെ ജീവിതകാലത്തേക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റേത്. അത് ഒരു അസോസിയേഷൻ എന്നുള്ള നിലയിൽ ഒരു സ്ഥാപനം, ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആ പ്രതികരണം വളരെ മോശമാണ്. അത് ശ്രീശാന്ത് എന്നല്ല, ഏത് കളിക്കാരനെതിരെയും അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് മഹാമോശമാണ്. പ്രത്യേകിച്ച് സുപ്രീം കോടതി ശ്രീശാന്തിൻ്റെ ലൈഫ് ബാനൊക്കെ എടുത്തു കളഞ്ഞ് അതിനകത്ത് വളരെ ലൈറ്റായിട്ട് ശ്രീശാന്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റങ്ങളുടെയൊക്കെ സാധ്യത പോലും സംശയിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് വീണ്ടും സ്വന്തം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ശ്രീശാന്ത് അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പേഴ്സണലി ശ്രീശാന്ത് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ശ്രീശാന്തിൻ്റെ ക്രിക്കറ്റ് ഭ്രാന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അധികമാണ്. കാരണം ക്രിക്കറ്റിന് നോവിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ക്രിക്കറ്റിനെ ചതിക്കുന്ന രീതിയിലുള്ള ഒരു സാധനം ശ്രീശാന്ത് ചെയ്യില്ല എന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അങ്ങനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അങ്ങനെ പറഞ്ഞത് മഹാമോശമാണ്.